ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. അന്വേഷണ സംഘത്തെ നാളെ തീരുമാനിക്കും. DGPയുടെ ശുപാർശ അംഗീകരിച്ചാണ് ഉത്തരവ്. സസ്പെൻഷനിലായ SP സുജിത് ദാസിനെതിരെയും അന്വേഷണം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി, ഒടുവിലൊരു മുഖം രക്ഷിക്കലിലേക്ക് സർക്കാർ കടന്നു എന്ന് തന്നെയാണ് പറയേണ്ടതല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 5 ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാനത്തെ DGP സർക്കാരിനോട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടൊരു നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ നൽകുന്നത്. ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഒരു ഭാഗത്ത് DGPയുടെ അന്വേഷണം നടക്കുകയാണ്, മറുഭാഗത്ത് സ്വത്ത് സമ്പാദനം, ഒപ്പം തന്നെ തിരുവനന്തപുരം കവടിയാറിൽ അദ്ദേഹം പുതിയതായി നിർമ്മിക്കുന്ന വീടിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ചില അസ്വാഭാവികതയുണ്ട്. ഇക്കാര്യത്തിലടക്കം വിജിലൻസ് അന്വേഷണം നടത്തണം എന്നുള്ളൊരു ശുപാർശയായിരുന്നു DGP മുഖ്യമന്ത്രിക്ക് മുൻപാകെ വെച്ചത്. പക്ഷേ അത് മനഃപൂർവ്വം വൈകിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നടപടിയായിരുന്നു സർക്കാർ തലത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തത്. മുന്നണിക്കുള്ളിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ADGPക്കെതിരെ ഉയർന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒടുവിൽ മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു നടപടിയിലേക്കാണ് സർക്കാർ തലത്തിൽ കടന്നിട്ടുള്ളത്. വിജിലൻസ് അന്വേഷണത്തിന് ഔദ്യോഗികമായി സർക്കാർ തീരുമാനമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഉത്തരവുമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഔദ്യോഗിക ഉത്തരവ് ഒരുപക്ഷെ നാളെയോടുകൂടി മാത്രമേ പുറത്തിറങ്ങൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ അന്വേഷണ സംഘം ആരാണ്, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും ഈ അന്വേഷണ സംഘത്തിലുള്ളത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും മുൻ മലപ്പുറം SP സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ വിജിലൻസ് അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ പ്രധാനമായും ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള സ്വത്ത് സമ്പാദനം വരും. ഒപ്പം തന്നെ ബന്ധുക്കളെ ബിനാമികളാക്കിക്കൊണ്ടുള്ള സ്വത്ത് സമ്പാദനം, കവടിയാറിലെ വീട് നിർമ്മാണത്തിനുണ്ടായിട്ടുള്ള പണം, അത് എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ PV അൻവർ MLA ഉന്നയിച്ചിട്ടുള്ള പ്രധാന ആരോപണങ്ങൾ MR അജിത് കുമാറിനും മുൻ മലപ്പുറം SP സുജിത് ദാസ് മരമുറിയുമായി ബന്ധപ്പെട്ട മരം മുറിച്ച് നൽകിയിട്ടുണ്ട്, അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അടക്കമുള്ള ഒരു വ്യക്തത വരുത്തുക കൂടിയായിരിക്കും വരും ദിവസങ്ങളിൽ വിജിലൻസ് നടത്താൻ പോകുക. എന്തായാലും വിജിലൻസ് മേധാവിയായിരിക്കും ഈ അന്വേഷണം നടത്തുക എന്നുള്ളത് മുൻപ് തന്നെ മനസ്സിലായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി അദ്ദേഹം അവധിയിലായിരുന്നു. അവധിയിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ ഉത്തരവ് വരുന്നതോടുകൂടി ഉത്തരവ് വിജിലൻസിന് കൈമാറി കഴിഞ്ഞാൽ തന്നെ ഈ അന്വേഷണം നടത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ DGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ ADGPക്കെതിരെ ഒരു അന്വേഷണം നടക്കുകയാണ്. സ്വാഭാവികമായും വിജിലൻസ് കൂടി അന്വേഷണം നടത്തുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു നടപടിയിലേക്ക് ഇനി സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും കടക്കുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. എന്തായാലും അന്വേഷണത്തിനുള്ള ഉത്തരവ് ഔദ്യോഗികമായി സർക്കാർ തലത്തിലായിരിക്കുകയാണ്. എന്തായാലും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു അന്വേഷണം വൈകിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉയർന്നൊരു സാഹചര്യം പരസ്യമായി തന്നെ മുതിർന്ന CPI നേതാക്കൾ ഉൾപ്പെടെ പുറത്ത് പ്രതികരിച്ചൊരു പശ്ചാത്തലം. ഇതിനൊടുവിലാണ് ഇത്തരത്തിൽ മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സർക്കാർ നടപടി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ സർക്കാർ നടപടിയിൽ ഇനി ആരൊക്കെയായിരിക്കും അന്വേഷണ സംഘത്തിലേക്ക് വരിക എന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം മുൻപ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ പൊതുവായി നടക്കുന്ന DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിനെങ്കിലും ജൂനിയർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിലൊരു അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകില്ല എന്നുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ച സാഹചര്യത്തിൽ ഈ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുകയോ, ആരൊക്കെ ആയിരിക്കും അന്വേഷണം നടത്തുക, ഏത് തലത്തിലേക്കായിരിക്കും വിജിലൻസ് അന്വേഷണം ഇനി പോവുക, അങ്ങനെ അന്വേഷണം പോവുകയാണെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാകുമോ വിജിലൻസ് അന്വേഷണം നടത്തുക എന്നുള്ളതിൽ വ്യക്തമായ ഒരു സൂചന നാളെയോടുകൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ. ഔദ്യോഗിക ഉത്തരവോ ഒപ്പം തന്നെ അന്വേഷണ സംഘത്തെ നാളെയായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.